കെ എസ് അനിൽകുമാറിനെ മാറ്റിയെന്നാണ് ആ വാർത്ത. കേരള സർവകലാശാല രജിസ്ട്രാറെ മാറ്റി. ഉന്നത വിദ്യാഭ്യാസം കോളേജിലേക്കാണ് സ്ഥലം മാറ്റിയത്. തിരുവിതാംകൂർ DB കോളേജിലേക്ക് തിരികെ നിയമിച്ചു. അനിൽകുമാറിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് മാറ്റം എന്നാണ് സർക്കാർ പറയുന്നത്. ഉമേഷ് ബാലകൃഷ്ണൻ ചെയ്യുന്നു. ഉമേഷ്, അത് വിശ്വസിക്കണോ അതോ ഈ പറയുന്ന സർക്കാർ ഗവർണർ ഒരു സമവായത്തിന്റെ ഒരു ഡീൽ എന്ന വാക്ക് ഉപയോഗിക്കുന്നത് ശരിയാണോന്ന് അറിയില്ല, ഒരു സമവായത്തിന്റെ ആ ഫോർമുലകളിൽ ഒന്നായിരുന്നോ അനിൽകുമാറിനെ മാറ്റുക എന്നുള്ളത്? തീർച്ചയായും അങ്ങനെയാണ് വിലയിരുത്താൻ കഴിയുന്നത്. പക്ഷേ കെ എസ് അനിൽകുമാറുമായി സർക്കാർ പറയുന്ന ന്യായീകരണം കെ എസ് അനിൽകുമാറിന്റെ ആവശ്യപ്രകാരമാണ് മാറ്റിയതെന്നാണ്. പക്ഷേ ഇത്രയും കാലം, അതായത് ഈ ഗവർണർ സർവകലാശാല സെനറ്റ് ഹാളിൽ അവിടെ ഭാരതാംബ ചിത്രത്തിന് മുന്നിൽ പരിപാടി അവതരിപ്പിക്കാൻ എത്തുകയും ഈ പരിപാടി നടത്താൻ പാടില്ല എന്നുള്ള നിലപാടെടുക്കുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെ ഒരാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യാനുണ്ടായിരുന്നു. സസ്പെൻഡ് ചെയ്ത ശേഷം സിൻഡിക്കേറ്റ് അടുത്ത യോഗം ചേർന്ന് അദ്ദേഹത്തെ തിരിച്ചെടുക്കുകയും ചെയ്തു. തിരിച്ചെടുത്ത ഘട്ടത്തിൽ വീണ്ടും കോടതി നടപടികളിലേക്കും നിരന്തരമായ ഒരു സംഘർഷ സാഹചര്യങ്ങളിലേക്കും സർവകലാശാല പോവുകയും ചെയ്തു. ഇപ്പോഴും ഇതുമായി ബന്ധപ്പെട്ട നിയമ പോരാട്ടം ഒരു ഭാഗത്ത് തുടരുകയും ചെയ്യുകയാണ്. ഇത്തരത്തിൽ കോടതി ഇരിക്കുന്ന വിഷയമായിട്ട് പോലും ഇതിൽ സർവകലാശാല തീരുമാനമെടുത്ത് പോകുന്നു എന്ന് സർക്കാരിന്റെ പദ്ധതിയിൽ ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് അത് പ്രായോഗികമല്ല. ഉമേഷ്, ആ വാർത്ത ഒരുപാട് നാൾ മുമ്പൊന്നുമല്ലോ. അനിൽകുമാറിനെ പുറത്താക്കുന്നു, അനിൽകുമാർ തിരികെ വരുന്നു, തിരികെ സിനിമാ സ്റ്റൈലിൽ അങ്ങോട്ടേക്ക് വരുന്നു, അനിൽകുമാർ വാഹനം കൊടുക്കരുതെന്ന് പറയുന്നു, അനിൽകുമാർ വാഹനം കൊടുക്കുന്നു, അനിൽകുമാർ അകത്ത് കയറ്റരുതെന്ന് പറയുന്നു, അനിൽകുമാർ അകത്ത് കയറ്റുന്നു. അങ്ങനെ അനിൽകുമാർ മൊത്തത്തിൽ മാസം കാണിച്ചൊക്കെ അവിടെ വന്ന് എത്ര വാർത്ത നമ്മൾ കണ്ടതാണ്. അപ്പോൾ അന്നൊക്കെ അടിച്ചു നിൽക്കുമായിരുന്നു, വലിയ മാസ് ഡയലോഗുകളൊക്കെ പറയുമായിരുന്നു. എന്നിട്ട് ഓൾ ഓഫ് എ സഡൻ അനിൽകുമാറിനെ മാറ്റി, അനിൽകുമാറിന്റെ ആവശ്യപ്രകാരം മാറ്റി എന്ന് പറഞ്ഞാൽ ദഹിക്കാൻ പ്രയാസമാണ്. ഉമേഷ്, തീർച്ചയായും കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. ഒരിക്കലും സിസ തോമസിനെ ഒഴിച്ച് മറ്റാരെ വേണമെങ്കിലും നിയമിക്കാമെന്നുള്ള നിലപാടെടുത്ത മുഖ്യമന്ത്രി ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോകുന്നത്. സ്വാഭാവികമായി സർക്കാരിൻ്റെ വാക്ക് കേട്ട് സർക്കാരിന് വേണ്ടി ഇത്രയും കാലം സസ്പെൻഷനിൽ തുടരുന്ന, അല്ലെങ്കിൽ സർക്കാർ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി മാത്രം ഗവർണറുമായി ഉടക്കി, മോഹനൻ കുന്നുമേലുമായി ഉടക്കി സസ്പെൻഷനിൽ തുടരുന്ന ഈ കെ എസ് അനിൽകുമാറിനെ കൂടി ബലി കഴിപ്പിച്ചു എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട സർക്കാർ വൃത്തങ്ങൾ തന്നെയാണ്. എന്തായാലും ഇതിൽ ഒരു കാര്യം വ്യക്തമാണ്. കെ എസ് അനിൽകുമാറിനെ ആ സ്ഥാനത്ത് തുടരുന്നതിനോട്, അല്ലെങ്കിൽ തുടർന്ന് മുന്നോട്ട് പോകുന്നതിനോട് ഗവർണർക്കോ RSS നേതൃത്വത്തിനോ താല്പര്യമുണ്ടായിരുന്നില്ല. കാരണം ഈ ഗവർണറെ ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കേണ്ടതില്ല. പ്രത്യേകിച്ച് അതൊരു RSS പരിപാടിയായിരുന്നു, RSS അനുകൂല സംഘടനയുടെ പരിപാടിയായിരുന്നു സർവകലാശാല സെനറ്റ് ഹാളിൽ അന്ന് നടന്നത്. ആ പരിപാടി നടത്തേണ്ടതില്ല, അതിന് അനുമതി നിഷേധിച്ചിരിക്കുന്നു എന്ന നിലപാട് കെ എസ് അനിൽകുമാർ എടുത്തതിനോട് കടുത്ത എതിർപ്പ് RSS നേതൃത്വത്തിനും ഗവർണർക്കും എല്ലാം ഉണ്ടായിരുന്നു. അതിൻ്റെ ഒരു പരിണിത ഫലമായിരുന്നു ഒരാഴ്ചയ്ക്ക് ശേഷം അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്നത്. അദ്ദേഹത്തെ മോഹനൻ കുന്നുമേൽ, താൽക്കാലിക VC മോഹനൻ കുന്നുമേലാണ് സസ്പെൻഡ് ചെയ്തത്. അതിനുശേഷം 3 ദിവസത്തിന് ശേഷം അടിയന്തര സിൻഡിക്കേറ്റ് യോഗം ചേർന്നു. അന്ന് സിൻഡിക്കേറ്റ് യോഗത്തിന് അധ്യക്ഷത വഹിച്ചത് സിസ തോമസ് ആയിരുന്നു. സിസ തോമസിന്റെ അധ്യക്ഷത വഹിച്ച ആ സിൻഡിക്കേറ്റ് യോഗം കെ എസ് അനിൽകുമാറിനെ തിരിച്ചെടുക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് തീരുമാനം പ്രഖ്യാപിക്കുകയും ആ തീരുമാനം പക്ഷേ അങ്ങനെയല്ല തീരുമാനമെന്ന് മിനിറ്റ്സിൽ അത് രേഖപ്പെടുത്തിയിട്ടില്ല എന്ന് കാണിച്ച് അത് നിയമ നടപടിയിലേക്ക് പോവുകയും ചെയ്തു. തൊട്ട് പിന്നാലെ കെ എസ് അനിൽകുമാർ രജിസ്ട്രാർ ഓഫീസിൽ നിരന്തരമായി എത്തി തിരികെ പോകുന്ന സാഹചര്യമുണ്ടായി. അതിനെ തടയുമെന്ന് അദ്ദേഹത്തിന്റെ വാഹനം പിടിച്ചു വെക്കണമെന്ന് തുടങ്ങി നിരന്തരമായ ഏകദേശം 1.5 മാസം 2 മാസത്തോളം നിരന്തരമായ നാടകീയ സംഭവങ്ങളും സംഘർഷങ്ങളും എല്ലാമാണ് കേരള സർവകലാശാല ആസ്ഥാനത്ത് കണ്ടത്. കേരള സർവകലാശാലയുടെ പ്രവർത്തനം പോലും തടസ്സപ്പെടുന്ന രീതിയിൽ SFIയുടെ സംസ്ഥാന നേതൃത്വം അടക്കമുള്ളവർ വിവിധ കേസുകളിൽ, ക്രിമിനൽ കേസുകൾ അടക്കമുള്ള വിവിധ കേസുകളിൽ പ്രതിയാകുന്ന സാഹചര്യങ്ങളിൽ വരെ മുന്നോട്ട് പോയി. നിരവധി ദിവസം, ഒരാഴ്ചയിലധികം ഈ ക്രിമിനൽ കേസുകളിൽ പ്രതിയായി ജയിലിൽ കിടന്ന SFI പ്രവർത്തകർ പോലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ അദ്ദേഹം സസ്പെൻഷനിൽ തുടരുകയായിരുന്നു. കാരണം കോടതിയിൽ പോയപ്പോൾ കോടതി സിൻഡിക്കേറ്റിന് ഉചിതമായ തീരുമാനമെടുക്കാമെന്ന് നിർദ്ദേശിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ സിൻഡിക്കേറ്റ് യോഗം ചേരുകയും കെ എസ് അനിൽകുമാറിനെ തിരികെ എടുത്തു എന്നുള്ള തീരുമാനം മോഹനൻ കുന്നുമേലിൻ്റെ അഭാവത്തിൽ എടുക്കുകയും ചെയ്തു. മോഹനൻ കുന്നുമേൽ ഇത് അംഗീകരിച്ചില്ല. അതിനുശേഷം തൻ്റെ ഈ തീരുമാനം ഗവർണർക്ക് വിടാമെന്നുള്ള തീരുമാനത്തിലേക്ക് മോഹനൻ കുന്നുമേൽ എത്തുകയായിരുന്നു, താൽക്കാലിക VC മോഹനൻ കുന്നുമേൽ. അങ്ങനെ ഗവർണറുടെ മുന്നിലാണ് കെ എസ് അനിൽകുമാറിനെ തിരിച്ചെടുക്കണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിലെ അന്തിമ തീരുമാനമെടുക്കുന്നത്. അതേസമയം സിൻഡിക്കേറ്റ് അംഗങ്ങൾ കോടതിയിൽ നൽകിയ ഹർജി അതിപ്പോഴും അവിടെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ഈ സാഹചര്യത്തിൽ കെ എസ് അനിൽകുമാർ സ്വന്തം നിലയിൽ തനിക്ക് തൻ്റെ കോളേജിലേക്ക് തിരികെ പോകണമെന്നുള്ള ആവശ്യം പറയാനുള്ള സാധ്യത കുറവാണ്. ഞങ്ങൾ അദ്ദേഹത്തെ ഫോണിൽ ബന്ധപ്പെട്ടു, അദ്ദേഹം ഫോൺ എടുത്തില്ല. ഒപ്പം സിൻഡിക്കേറ്റ് അംഗങ്ങളെയും ഞങ്ങൾ ഫോണിൽ ബന്ധപ്പെട്ടു. പ്രധാനപ്പെട്ട സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഞങ്ങൾക്ക് അറിയാം, മുരളീധരനും ഷിജുഖാനും അടക്കമുള്ളവരാണ് കേരള സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ. അവർ തന്നെയാണ് ഈ പ്രതിഷേധങ്ങൾക്കും മറ്റ് കെ എസ് അനിൽകുമാറിന് വേണ്ടി അനിൽകുമാറിനെ 2 വട്ടം തിരിച്ചെടുത്തതുമെല്ലാം ഈ സിൻഡിക്കേറ്റ് യോഗം അംഗങ്ങൾ തന്നെയാണ്. ഈ സിൻഡിക്കേറ്റ് അംഗങ്ങൾ
മാധ്യമങ്ങളുടെ പ്രതികരണത്തിന് വേണ്ടി ശ്രമിച്ചു. അപ്പോഴും മറുപടിയൊന്നും ഉണ്ടായിട്ടില്ല. ഇതിൽ ഒരു സ്വാഭാവികമായി സിസ തോമസിനോട് ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്ന് നിരന്തരം ആവർത്തിച്ചിരുന്ന മുഖ്യമന്ത്രി, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, ഒപ്പം CPI നേതൃത്വം സിസ തോമസിനെ സംസ്ഥാന കേരള സാങ്കേതിക സർവകലാശാല VC നിയമിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഈ തീരുമാനവും ഒരു സമവായത്തിന്റെ ഭാഗമായി അല്ലെങ്കിൽ ഗവർണർക്ക് നൽകിയ ഉറപ്പിന്റെ ഭാഗമായി നടപ്പാക്കിയതെന്ന് വിലയിരുത്തേണ്ടി വരും. അതുമായി ബന്ധപ്പെട്ട് സർക്കാർ അനൗദ്യോഗികമായി നൽകുന്ന വിശദീകരണം മാത്രമാണ് അദ്ദേഹം, അതായത് KS അനിൽകുമാർ അപേക്ഷിച്ചത് പ്രകാരം ശാസ്താംകോട്ട DB കോളേജിലേക്ക് അദ്ദേഹത്തെ തിരികെ അയക്കുന്നു എന്നുള്ള വിശദീകരണം. ആ വിശദീകരണം പൂർണ്ണമായി ഉൾക്കൊള്ളുക സ്വാഭാവികമായി കഴിഞ്ഞ 2 ദിവസത്തെ നടപടിക്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ ഉൾക്കൊള്ളുക പ്രയാസമാണ്. എന്തായാലും ഉത്തരവ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.